പുതിയ വാർത്ത വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവച്ചിരിക്കുന്നു എന്നുള്ളതാണ്. രാജിവെക്കുമെന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. രാജി ഉടനെ ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നപ്പോൾ രാഹുൽ പുറത്തേക്ക് പോയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. വിവരങ്ങളാണ് വരുന്നത്. KR സാജു വിവരങ്ങൾ നൽകും. സാജു, ഒടുവിൽ രാജിവെച്ചിരിക്കുന്നു. അതുതന്നെ സംഭവിക്കുമെന്ന് തന്നെ തീരുമാനമുണ്ടായിരുന്നു. നേതാക്കളെല്ലാം രാഹുലിനെ കൈവിട്ടിരുന്നു. ഒരു തരത്തിലുള്ള പ്രതിരോധവും രാഹുൽ തീർക്കാൻ ഒരു സാധ്യതയില്ല. സ്വാഭാവികമായിട്ടും വലിയ പ്രതിരോധത്തിലായിരുന്നു രാഹുൽ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മറ്റു വഴികളില്ല രാഹുലിന് മുൻപിൽ രാജിവെക്കുക എന്നല്ലാതെ. ഇപ്പോഴാണോ രാജി ഉണ്ടായത്? വിവരങ്ങൾ എന്തൊക്കെ ലഭിക്കുന്നു സാജു? രാഹുൽ മാങ്കൂട്ടം രാജിക്കത്ത് ദേശീയ നേതൃത്വത്തിന്, യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഹൈക്കമാൻഡ് കടുത്ത നിലപാട് എടുത്തതോടുകൂടിയാണ് രാജിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് തന്നെ രാജി ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അത് അംഗീകരിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തോട് രാജി ആവശ്യപ്പെട്ടു. അത് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാജിക്കത്ത് കൈമാറിയിരിക്കുന്നത് എന്ന വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. അതായത് ഇപ്പോൾ രാജി സംഭവിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാജിവെച്ചിരിക്കുന്നു എന്ന വളരെ സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് സ്ഥിരീകരിച്ചുകൊണ്ട്, തന്റെ നിലപാടുകൾ വിശദീകരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം അല്പസമയത്തിനകം അടൂരിലെ വസതിയിൽ വെച്ച് മാധ്യമങ്ങളെ കാണും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടേണ്ടി വന്നു നേതൃത്വത്തിന്. അപ്പോൾ മാത്രമാണ് അത് സമർപ്പിച്ചത്. അതിന് സാങ്കേതികമായ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനായിരുന്നു. അത്തരം ഒരാളുടെ രാജി അയാളെ നേരിട്ട് പുറത്താക്കുന്നതിൽ ചില സാങ്കേതികമായ നടപടിക്രമങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് രാജി വേണം എന്ന നിർദ്ദേശം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അത് ഇപ്പോൾ അംഗീകരിച്ചുകൊണ്ട് സംസ്ഥാന നേതൃത്വവും സമാനമായ നിലപാടെടുത്തു. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന് പല ഘട്ടത്തിലും സംരക്ഷണ കവചമൊരുക്കിയിരുന്ന നേതാക്കൾ ഒന്നടങ്കം അദ്ദേഹത്തെ കൈവിട്ടു. പ്രതിപക്ഷ നേതാവ് വളരെ പരസ്യമായി തന്നെ താക്കീതിന്റെ സ്വരത്തിൽ സംസാരിക്കുന്നതാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇതോടുകൂടി രാജിവെക്കുകയല്ലാതെ മറ്റു വഴികൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അതിനിടയിൽ ചില ശബ്ദ സന്ദേശങ്ങൾ കൂടി ഇന്ന് പുറത്തു വന്നു. രാഹുൽ മാങ്കൂട്ടവും ഒരു യുവതിയുമായി നടത്തിയ ശബ്ദ സന്ദേശമായിരുന്നു പ്രചരിച്ചത്. അതിൽ നിർബന്ധിതമായ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന വാചകങ്ങൾ കൂടി അടങ്ങിയിരുന്നു. ഇതെല്ലാം പുറത്തു വന്നതോടുകൂടി രാജിയല്ലാതെ മറ്റൊരു വഴി ഇല്ലാതെ ബാക്കിയുണ്ടായിരുന്നില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. MLA സ്ഥാനത്തു നിന്നുള്ള രാജി വേണമെന്ന ആവശ്യം കൂടി ഇപ്പോൾ പുറമേ നിന്നും ഉയർന്നിട്ടുണ്ട്. അതിനോട് പാർട്ടി എന്ത് സമീപനം സ്വീകരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ രാജിയോടുകൂടി മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതുപോലെ മുന്നോട്ട് പോകുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി വളരെ അടഞ്ഞു തന്നെ ഇരിക്കും എന്ന്